ഞാൻ ഇന്നിവിടെ സിബിന്റെ വാട്സാപ്പ് DP കണ്ടപ്പോ മോനും അച്ഛനും നിൽക്കുന്ന ഫോട്ടോയും ഖുഷിയും സിബിൻ നിൽക്കുന്ന ഫോട്ടോയും രണ്ടും ഒരുമിച്ച് ഒരേ ഇമ്പോർട്ടൻസിൽ ഇട്ടേക്കുന്ന ഒരാള്. അങ്ങനെ കുറേ കാലങ്ങളായിട്ട് ഞാനും പുള്ളിക്കാരൻ്റെ വാട്സാപ്പ് നോക്കുന്നുണ്ട്. അതുപോലെ എന്താ പല കാര്യങ്ങളും സംസാരിക്കാനാണെങ്കിലും അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയാം. അപ്പം ഞാനും കാണുന്നതാണ് ഈ DP ഡിസ്പ്ലേ പിക്ചറൊക്കെ എന്താണ് ഏതാണ്. അതുപോലെ കാണുന്നവർക്കും പുള്ളിയെടുത്ത് സംസാരിക്കുന്നവർക്കും ഒക്കെ നല്ലപോലെ അറിയാം. ഇന്നേ വരെ ഈ ഒരു DP ഈ ഡിവോഴ്സിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ 2 പേരെ വെച്ചിട്ടൊക്കെ ഈ ഫോട്ടോ, അതായത് എൻ്റെ മോൻ്റെ ഫോട്ടോ ഇത്രയും കാലമായിട്ട് വന്നിട്ടുണ്ടത് എനിക്ക് തോന്നുന്നു ഈ ഡിവോഴ്സിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് മോൻ്റെ ഫോട്ടോസൊക്കെ അതിൽ കാണുന്നത്. അതുവരെ ഫോട്ടോസൊക്കെ ഒന്നും വേണ്ട, നമ്മൾ എനിക്ക് തോന്നുന്നു മാർച്ച് 2018 ആ ടൈം തൊട്ടിട്ട് 2021 വരെ ഉണ്ടായിരുന്നു. അന്നും എൻ്റെ മോൻ്റെ ബർത്ത്ഡേയ്സും അവൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം പോലും മോൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന പോലെ ഒരു എന്താ പറയുക ആക്ടിവിറ്റീസ് ഇവൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ അന്നേരം തൊട്ട് ഇവിടം വരെ ഉള്ളതിൽ ആരും എനിക്ക് തോന്നുന്നില്ല DPs കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പം ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടാകും, നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇങ്ങനെ തുറന്ന് കാണിക്കേണ്ട എന്ത് കാര്യമാണ്? കുട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കുട്ടിയോട് കാണിക്കുക, അല്ലാതെ ഈ ഇൻ്റർവ്യൂ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്, ഞാൻ അങ്ങനെ ചെയ്യും, ഇത് പറയണമല്ല, നിങ്ങൾ പ്രവർത്തിക്കൂ. നിങ്ങൾക്ക് കുട്ടിയെടുത്ത് സ്നേഹം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെയെങ്കിലും പോയി തുറന്ന് ഇങ്ങനെ ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയല്ല വേണ്ടത്, അത് കാണിക്കൂ. കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലായിരുന്നു, അതിലെനിക്ക് ആരെയും ഒന്നും പറയാനില്ല. ഒരാൾക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ എന്തുകൊണ്ടായിരിക്കുമെന്ന് ഓർത്തിട്ട് മാത്രമേ ഞാൻ ചോദിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ. അത് ആ ഒരു ഫേസ് കഴിഞ്ഞു, അതിൽ നമ്മൾ പുറത്തു വന്നപ്പോൾ ഡിവോഴ്സും അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്ന് നമ്മൾ പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോഴെങ്കിലും അവർ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? സിബിൻ്റെയും ഇപ്പോഴത്തെ വൈഫിൻ്റെയും മാരേജ്, അതായത് രജിസ്റ്റർ മാരേജ് ഏപ്രിലിൽ എങ്ങാണ്ടായിരുന്നു, 9 or 10 അങ്ങനെ ഏതോ ഒരു ഡേറ്റ് ആയിരുന്നു. അത് ഞാൻ അപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു 2 ആൾക്കാരാകുമ്പോൾ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഗെറ്റ് സ്പ്രെഡ്. അപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു. അത് കുറേ പേര്, ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഫോണിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ അത് കാരണം ഞാൻ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഞാൻ വലുതായിട്ട് നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പോൾ ഫോൺ കോൾ, നോർമൽ കോൾസ് വരുമ്പം അവരങ്ങനെ ആരെങ്കിലും വിളിക്കും പറയുമ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. അപ്പോൾ അതറിഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ, അത് ഞങ്ങളുടെ ഡിവോഴ്സ് ഇസ് ഡൺ ആൻഡ് ഡസ്റ്റഡ് ടോപ്പിക്കാണ് ഞങ്ങളുടേത്. പിന്നെ വീണ്ടും പോയി അതിൽ പോയി കൊളുത്തി അയ്യോ കല്യാണം കഴിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടിയിരുന്നത് ഡിവോഴ്സ് ആയിരുന്നു, അത് കിട്ടി. ഐ ഡിഡൻറ്റ് വാണ്ടഡ് എ ടോക്സിക് റിലേഷൻ വിത്ത് എനിബഡി. അതുകൊണ്ട് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് നടക്കാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ കാരണം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ഉള്ള വീഡിയോസും ഒരു വ്ളോഗറുടെ ലൈവിൽ കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തത്. കാരണം അതുകൊണ്ട് എന്ത് പറ്റും, ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് യൂട്യൂബ് എന്താ കോടതിയാണോ ഇപ്പം. പക്ഷേ ഞാൻ പറയും, യൂട്യൂബിൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് എനിക്ക് ഡിവോഴ്സ് കിട്ടിയത്, അതും മ്യൂച്വൽ കൺസെൻറ്റ്. നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കല്ല, അതിനെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2021 ആ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഇഷ്യൂസ് എന്തോ ആയിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ. അത് കാരണം ആ കുട്ടീനെ റീമാരി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. എനിക്കും എൻ്റെ മദർ, അതായത് വെറുതെ പോയ സിബിനെ വിളിച്ച് കയറ്റി ഞങ്ങൾ എന്തോ റിലേഷൻഷിപ്പ് ആക്കി എന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചേക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ വളരെ മോശമായിട്ട്. അത് എൻ്റെ കയ്യിൽ കിട്ടിയത് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയത്. ഓക്കെ, ഇനി ഇങ്ങനൊരു ആളെൻ്റെ ലൈഫിലില്ല എന്നൊരു ഇത് ഞാൻ ആ ഒരു അണ്ടർലൈൻ ചെയ്തത് അപ്പോഴാണ്. ഫുൾ സ്റ്റോപ്പ് ഇടുമായിരുന്നു ആ റിലേഷന്. അതിനുശേഷം പുള്ളി വാസ് ബിസി, ഞാനും മോൻ്റെ കാര്യവും എൻ്റെ വർക്കും ഒക്കെ ആയിട്ട് ഫോക്കസ്ഡായി പോയി. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് വീണ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതായത് കല്യാണം കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ അതേ ഡിവോഴ്സിൻ്റെ ഇത് കഴിഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഡിസംബർ കഴിഞ്ഞ് ജാനുവരി സംസാരിച്ചിട്ടുണ്ട്. അത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഒക്കെ സംസാരിച്ചതാണ്. ഏപ്രിലും സംസാരിച്ചു. ഏപ്രിലിൽ എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റാഗ്രാം വ്ളോഗർ രാജ് ടോക്സ് ചേട്ടൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഹായ് ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ ഞാനൊരു ഹായ് അയച്ചു ചേട്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരു മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഇത് ഇവരുടേത്, അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞതാണോ? ഞാൻ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞതാണ്, അത് ഞാൻ അറിഞ്ഞതാണ്, ഇവർ ഒരുമിച്ചാണ്, പക്ഷേ ശരിക്കും കറക്റ്റ് എന്ത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അയച്ചൊരു ഇത് കോൺവെർസേഷൻ തന്നെ, ഞാനും സിബിനുമായിട്ട് സംസാരിച്ചൊരു കോൺവെർസേഷൻ തന്നെ എൻ്റെ വാട്സാപ്പിലുണ്ട്, ചാറ്റ് ഹിസ്റ്ററിയിൽ. പുള്ളിയുടെയിലും കാണും ഞാനെന്ന് പ്രതീക്ഷിക്കുന്നു.
കാരണം ഈ മെയിലൊക്കെ ഞാൻ അയച്ചിട്ട് മെയിൽ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, മേ ബി വാട്സാപ്പിൽ ഞാൻ എൻ്റെത് എന്തായാലും ഇതിൽ വെക്കാം. എന്തായാലും പുള്ളിയോട് സംസാരിച്ചിട്ട് ഞാൻ സിബിനോട് തന്നെ പറഞ്ഞു. സിബിൻ എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ നീ അങ്ങോട്ട് പോയി ഇതൊക്കെ കൊടുത്താണോ? ഞാൻ പിന്നെ ഒരിക്കലും ഇല്ല. ഈ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഗതികേടായിരിക്കണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് കരുതി ഞാൻ ഈ ഫോണിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടാണ് പുള്ളിക്ക് അയച്ചു കൊടുക്കുന്നത്. ഇതുപോലെയാണ് എനിക്ക് സംസാരിച്ചേക്കുന്നത്. എന്നിട്ട് അറ്റ് ദി എൻഡ് ഞാൻ സിബിനോട് തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കമൻറ്റോ അല്ലെങ്കിൽ വീഡിയോസ് ഇടുവാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ബോധേഡ് ആവുന്നത്? നിങ്ങളിപ്പോൾ കല്യാണം കഴിച്ചു, ഓൾറെഡി യു ഗോട്ട് മാരീഡ്, രജിസ്റ്റർ ചെയ്തു, പിന്നെ എന്തിനാണ് ഇതിൻ്റെ ഇത് കാരണം നിങ്ങളിങ്ങനെ ഇത് ടെൻഷൻ ആവുന്നത്? നിങ്ങൾക്കൊരു ലൈഫുണ്ട്, നിങ്ങളത് വെച്ചിട്ട് മുന്നോട്ട് പോകും. ഇവർക്ക് വേണ്ടതൊക്കെ കണ്ടന്റ് ആയിരിക്കാം, അതുകൊണ്ട് അത് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ പറയുന്ന ഒരു ഓഡിയോ അതിൽ കിടപ്പുണ്ട്. ഈ ഇപ്പം ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്നിട്ട് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊന്നും മെൻഷൻ ചെയ്യാത്തത്? കാരണം നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയെ പറ്റിയുള്ള ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെ ഇപ്പം പോർട്രേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് നടക്കില്ല. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവുമല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. ഓക്കെ, ഇപ്പം നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ നല്ല കാര്യങ്ങളൊന്നും നോബഡി വിൽ ടോക്ക് അബൌട്ട് ഇൻ ഇൻ്റർവ്യൂസ്. അത് ഇത് ഞാനിപ്പോൾ പറഞ്ഞ വീണ, ഞാൻ പറഞ്ഞത് റീസെൻറ്റ് കാര്യമാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഞാൻ രാത്രി ഉറക്കം ബെഡിൽ കിടക്കുന്ന സമയത്ത് ചുമ്മാ റാൻഡമായിട്ട് നമ്മളുടെ വീഡിയോസ് സുഹൃത്തുക്കൾ അയച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെ അയച്ചെന്നൊരു വീഡിയോയുടെ താഴെ ഞാൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കിടക്കുകയാണ്. പുള്ളിക്കാരത്തി ഇട്ടൊരു കമൻറ്റാണ്, പുള്ളിക്കാരത്തി അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് ഇടേണ്ട സാഹചര്യം എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ്? ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് എൻ്റെ ഒരു കമൻറ്റ്. ഇവരൊക്കെ സെലിബ്രിറ്റീസാണ്. ഓക്കെ, ഞാനിത് ഓഡിയൻസിനോട് പറയുന്നത്, ഇവർക്ക് ഈ സെലിബ്രിറ്റീസിനൊക്കെ കുറേ PR ഗ്രൂപ്പും പിന്നെ ഇവർക്ക് ഒരുപാട് ഫേക്ക് പ്രൊഫൈൽസ് ഉണ്ട്. ഇതിപ്പോൾ ഇവരുണ്ടാക്കുന്നതാണോ ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കണം? ഇവരുണ്ടാക്കുന്ന കുറേ പ്രൊഫൈൽസ് എനിക്കറിയാം. ഈ അമൃത രമേശ്, ഷിനോജ് ദേവസി, പിന്നെ വൈശാഖ് ആനന്ദ്. ഞാൻ ഒരു കാര്യവും ഇല്ലാതെ ഇത് ഇവരുടെ പ്രൊഫൈലാണെന്ന് പറയില്ല. ഐ ഹാവ് മൈ പ്രൂഫ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഡോക്യുമെൻ്ററി ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ വരും ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു എന്നും എങ്ങനെ അത് മനസ്സിലായി എന്നൊക്കെ ഞാൻ കറക്റ്റിന് കാര്യങ്ങൾ പറയാം. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഞാനൊരു വലിയ തരക്കേടില്ലാത്തൊരു സൈബർ സെക്യൂരിറ്റി ഓർ അങ്ങനത്തെ റിലേറ്റഡ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഐ ഹാവ് മൈ കോണ്ടാക്ട്സ്. നമുക്ക് ഒരു ഫേക്ക് പ്രൊഫൈൽ ആരുടെയാണ്, അത് ഏത് നമ്പറിലാണ് ലിങ്ക് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ഏത് അക്കൗണ്ടിലാണ് ലിങ്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഇത് അറിഞ്ഞുകൂടാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് അങ്ങനെ ഒരു സൈബർ ഇഷ്യൂസ് വരുമ്പോൾ തന്നെ നമ്മൾ പോലീസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യണത് ഇങ്ങനെയുള്ള കമ്പനീസ് വഴിയാണ്. ഓക്കെ, അങ്ങനെ കുറേ കോണ്ടാക്ട്സ് എനിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഓക്കെ, ടോപ്പിലേക്ക് തിരിച്ചു വരാം. ഈ കമൻറ്റ് ഞാൻ ഇടാനുണ്ടായ സാഹചര്യം, ഈ സിബിൻ പറയുന്ന പോലെ മെയ് ആദ്യത്തെ ആഴ്ച തൊട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് വാട്സാപ്പിൽ തന്നെയാണ് അയക്കുന്നത്. ഓക്കെ, പുള്ളി പറയുന്നുണ്ട് ഞാൻ ഫോൺ വിളിച്ചെടുക്കില്ല, ഇതാണെന്നൊക്കെ. അതൊന്നുമല്ല. ഞങ്ങൾ ഫോൺ കോളിൽ സംസാരിക്കലും ഉണ്ട്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ടെക്സ്റ്റ് ചെയ്യലും ഉണ്ട്. ഇവിടെ വന്നപ്പോൾ മര്യാദയ്ക്ക് എനിക്ക് തോന്നുന്നു ഐ വാസ് ബിഹേവിങ് മൈ ബെസ്റ്റ് ആ ടൈമിൽ വന്നപ്പോൾ. കാരണം എനിക്കറിയാം എൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ദുഷ്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതൊന്നും മനസ്സിൽ വെക്കാതെയാണ് സത്യം പറഞ്ഞാൽ മോനെ ഫസ്റ്റ്, അതായത് ഡിവോഴ്സ് കഴിഞ്ഞ ഫസ്റ്റ് വിസിറ്റേഷനായിരുന്നു മെയ്യിൽ. ഈ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലായിരുന്നു പുള്ളിക്ക് കാണാൻ വരാൻ തോന്നിയത്. അല്ലെങ്കിൽ ചിലപ്പം ബിസി ആയിരുന്നിരിക്കാം, ചിലപ്പോൾ മെയ്യിലായിരിക്കും പറ്റിയത്. മനസ്സിലായില്ലേ? അപ്പോൾ മെയ്യിൽ വന്ന് കാണിച്ചു കൊടുത്തു. മെയ് ലാസ്റ്റ് 28-നാണ് വന്നത്. ഈ മെയ് 28-ന് വന്നിട്ട് ആൾ പോയി. ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയി. ഞാനും ചോദിച്ചു ഫോട്ടോ എടുത്ത് തരണം. അപ്പോൾ മോന് നമ്മൾ പറയണ കമാൻഡ്സാണ് അവൻ എപ്പോഴും തിരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഐ ലവ് യു എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഐ ലവ് യു, അവൻ അത് പറയും, ഐ ലവ് യു പറയും. അതുപോലെ ഞാൻ പറഞ്ഞു ഇതാണ് ഡാഡി ലയൻ ആണെന്ന് പറഞ്ഞ് ഡാഡി ലയൻ എന്ന് വിളിപ്പിച്ചു. അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കാണാൻ വന്ന സമയത്തൊക്കെ എൻ്റെ അടുത്ത് കുട്ടിയുടെ കാര്യം പറഞ്ഞ് പകുതി മുഴുവിപ്പിക്കുന്നതിന് പകരം ഇവരുടെ എക്സിൻ്റെയും വൈയുടെ, ഇപ്പോൾ ഈ പുതിയ വൈഫിൻ്റെ എക്സും വൈയുടെയൊക്കെ കാര്യങ്ങളും എന്തോ ടോക്സിക് റിലേഷൻ ആയിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുകയും പിന്നെ പുള്ളിയുടെ പുറകെ നടക്കുന്ന കുറേ ഗേൾസിൻ്റെ കാര്യം, ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, ഞാൻ കേട്ട കാര്യങ്ങളാണ്. അതെനിക്ക് നന്നായിട്ടറിയാം ഇന്ന ആൾ പുറകിലാണ്. പിന്നെ പഴയ ആ ഒരു എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യമൊക്കെ പറയും. എക്സ് ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാനുണ്ടായിരുന്നപ്പോൾ ഉള്ള എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യമല്ല, ഈ പുതിയ വൈഫിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു എക്സ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പൂനെക്കാരി. ആ പുള്ളിക്കാരുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് അറിയേണ്ട കാര്യങ്ങളല്ല. ആൻഡ് പ്ലസ് മോൻ്റെ വിസിറ്റേഷനാണ് വന്നേക്കുന്നത്, മോൻ്റെ കാര്യങ്ങൾ സംസാരിക്കൂ. പിന്നെ എൻ്റെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. സോ ഈ അൺനെസസറി ടോക്സ് എനിക്ക്
ഡൈജസ്റ്റബിൾ അല്ല, അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് കാണാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടായത് ഞാൻ പറയാം. വന്ന് കണ്ടു പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി ജൂൺ ഒരു 5 ഒക്കെ ആവുന്നതിന് മുന്നേ എനിക്കൊരു ഓഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡോക്യുമെൻ്ററിയിൽ വിത്ത് പ്രൂഫ് എവിഡൻസ് ആയിരിക്കും അതിൽ വരുന്നത്. ഒരു ഓഡിയോ കിട്ടി എൻ്റെ കയ്യിൽ, ഇതുപോലൊരു പെൺകുട്ടി കരയുന്നത്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ഇറ്റ് ഈസ് വെരി ഹേർട്ട്ഫുൾ. അത് കേൾക്കാനായിട്ട് ഭയങ്കര പെയിൻ എടുത്തിട്ട് ഇങ്ങനെ ഏങ്ങി കരയാണ്. ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഐ നോ അത് ഫേക്കാണോ അല്ലയോ എന്ന്. അപ്പം അത് കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ആ ടൈമിൽ ഇരിക്കുമ്പം ഈ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് നമ്മുടെ ഒരു യൂട്യൂബറുടെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ മകനെ നോക്കാറുണ്ട്, ഇത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുട്ടിയായിട്ട് അന്ന് വിസിറ്റേഷന് വന്ന ആ ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടവർക്ക് അറിയാം അതിൽ എന്തൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇത് വൈറ്റ് വാഷ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കുറേ ഡയലോഗ്സ് അടിക്കുന്നുണ്ട് അതിൽ. അപ്പം ഈ ചെയ്തേക്കുന്നത് പുള്ളിക്കാരൻ തന്നെ ഫോട്ടോസ് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചതാണ്. അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. സ്റ്റിൽ ഐ ഇഗ്നോർഡ്. ആ ഒരു വീഡിയോ ഞാൻ ഇഗ്നോർ ചെയ്തു. പക്ഷേ ലാസ്റ്റ് കുറേ കോണ്ടൻറ്റ്, അതായത് ഈ കോണ്ടൻറ്റ് ക്രിയേറ്ററിന് ഇപ്പം സിബിൻ അറിയാതെ ചെയ്തതാണോ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയാതെയാണോ നിങ്ങൾ ഇവിടെ വന്നിട്ട് പുള്ളി എന്താ ചെയ്തതെന്ന് അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് എന്തോ നെഗറ്റീവ്, ഞാൻ കമൻറ്റ് ഇട്ടതിൻ്റെ ഭാഗത്ത് നിന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് മുന്നേ തന്നെ കുറേ കമൻറ്റ്സ് നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങി. ആ ഒരു വീഡിയോ എന്തിനാണ് ഇങ്ങനെ സ്വന്തം ഇമേജ് വെളുപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ മെസ്സേജസ് അതിൻ്റെ താഴെ. ഇതെല്ലാം കണ്ടിട്ട് ആ വീഡിയോ ഇറങ്ങിയതോടെ പുള്ളിക്ക് നെഗറ്റീവാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കിയിട്ട് മോന് ആ ഒരു ജൂൺ ടൈം ഫ്രെയിമാണ്, ഇതിപ്പോൾ ജൂൺ 5 ഇട്ടേക്കുന്നത്. മോന് അപ്പോൾ ജൂണിൽ പുതിയൊരു സ്കൂളിലേക്ക് ചേർക്കാൻ നമ്മൾ നോക്കുമായിരുന്നു. കാരണം മുന്നേ ഉണ്ടായിരുന്ന സ്കൂളും പിന്നെ അല്ലാണ്ട് തെറാപ്പിയും അല്ലാണ്ട് ഇപ്പോൾ യോഗ അതെല്ലാം നമ്മൾ ഡിഫറെൻ്റ്ലി പോവേണ്ട വെച്ചിട്ട് ഒരിടത്ത് ചേർക്കാമെന്ന് വെച്ചു. ഇച്ചിരി എക്സ്പെൻസ് ആണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് ചെയ്യാം. ഇപ്പം പുള്ളി ഓൾറെഡി പറഞ്ഞല്ലോ ഞാനും കുട്ടിയുടെ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് നല്ലതാണ്. കാരണം നിങ്ങൾക്കൊരു കാര്യം അറിയുമെന്ന് എനിക്കറിയില്ല, പലർക്കും അറിഞ്ഞൂടാത്ത കാര്യമാണ്. 4 to 5 years ഞാൻ തന്നെയാണ് റയാൻ്റെ സകല കാര്യങ്ങളും നോക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് പുള്ളിക്കാരൻ്റെ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഡിവേഴ്സിന് ശേഷം കോർട്ട് ഓർഡർ ആയതിന് ശേഷമാണ് പുള്ളി മന്ത്ലി അയക്കാൻ തുടങ്ങിയത്. അതും ഒരു ഡേറ്റ് എത്തുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് താല്പര്യമില്ല എന്നിട്ടും സ്റ്റിൽ ആ ഡേറ്റ് എത്തുമ്പോഴത്തേക്കും റിമൈൻഡ് ചെയ്യിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. ദാറ്റ് ഈസ് പെത്തറ്റിക്. അപ്പോൾ ഒന്നുകിൽ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാക്കൗട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എവിടെയും പോയിരുന്നിട്ട് ഇതുപോലെ മോനാണ് ഇമ്പോർട്ടൻറ്റ്, പ്രയോറിറ്റിയാണ്, അവന് വേണ്ടി എന്തും ചെയ്യും, ഇത് ചെയ്യും, അത് ചെയ്യും എന്ന് പറയരുത്. നിങ്ങളുടെ മൈൻഡിൽ ജെനുവിനായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ മോന് ഇപ്പം കുറേ വർഷം ഇല്ലായിരുന്നു, അന്ന് നിങ്ങളുടെ മൈൻഡിൽ കൂടെ എന്താ ഈ ഒരു ചിന്ത പോയില്ലേ. അപ്പോൾ ഞാൻ അതാ പറയുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നിർത്തുക. അതിനുശേഷം 10th ആയി 5th ആയി 10th ആയി 15th ആയി ഈ മെയിൻ്റനൻസ് എമൗണ്ട് വന്നിട്ടില്ല. അന്ന് മോനെ ചേർക്കണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തു. അതുപോലെ എൻ്റെ ചേച്ചിയും ചേട്ടനും ഒക്കെ പോയിട്ട് ഡീറ്റെയിൽസ് തപ്പിയിട്ടാണ് ഈ സ്കൂളിൻ്റെ ഇതൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ പുള്ളി ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ ലോയറോട് സംസാരിച്ചു. മാഡം ഇതുപോലെ ഒരു മന്തിൽ തന്നിട്ടുമില്ല, അതായത് ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഹോൾഡ് ചെയ്ത് വെക്കുവാണ്, ഇതുവരെ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നമുക്ക് CMP ഫയൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു. ഞാൻ മാഡത്തിൻ്റെ ആ ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് വീണ്ടും അതിൻ്റെ താഴെ അതുപോലെ എന്നെ പറ്റി എന്തോ, അതായത് എക്സ് വൈഫ് നിന്നെ കളഞ്ഞിട്ട് പോയത് വെറുതെ അല്ല, അങ്ങനെ എന്തൊക്കെയോ അങ്ങനത്തെ കുറേ കമൻസിൻ്റെ അടിയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു പുള്ളിയുടെ ഫേക്ക് പ്രൊഫൈൽ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ദാറ്റ് ദിസ് ഈസ് ദ പേഴ്സൺ എന്ന് പ്രൂവ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും. കാരണം ഞാൻ ആ ടൈമിൽ കുറേ കാര്യങ്ങൾ, അതായത് നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രം ഈ ഫേക്ക് പ്രൊഫൈൽ വന്ന് അപ്പോഴപ്പോഴും കറക്റ്റിന് അറിഞ്ഞുകൊണ്ട് റിപ്ലൈ തരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആരാ എന്താണെന്നൊക്കെ. കുറച്ചൊക്കെ ബുദ്ധിയുള്ളവർക്ക് കാര്യം കറക്റ്റിന് മനസ്സിലാവും. അതുപോലെ ഈ ഹോൾഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഒരു കമൻറ്റ് ഈ പറയുന്ന ഫേക്ക് പ്രൊഫൈലിൻ്റെ തൊട്ട് താഴെ ഒരു കമൻറ്റ് ഇട്ടു, സിബിനെ ഇതുപോലെ നെക്സ്റ്റ് വീക്ക് കൂടെ നോക്കും, അത് കഴിഞ്ഞ് ഡെഫിനറ്റ്ലി ഞാൻ CMP ഫയൽ ചെയ്യുമെന്ന്.
അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഭയങ്കര വിഷമിച്ചു. കാരണം ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് മൈൻഡിൽ സ്ട്രെസ് ഉണ്ട്. സിബിൻ ഈ പറയുന്ന പോലെ ഞാനിവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയല്ല. ഐ ആം വർക്കിംഗ് ഹാർഡ് ഫോർ മൈ സൺ. അതുപോലെ ഞാൻ എനിക്കൊരു മീ ടൈമോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടല്ല നിൽക്കുന്നത്. ഓക്കെ, എനിക്ക് കുറച്ച് നല്ല സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. അവർ തന്നെയാണ് എനിക്ക് മെൻ്റലി സപ്പോർട്ട് തന്നിട്ട് ഞാനിങ്ങനെ നല്ല രീതിക്ക് പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് എൻ്റെ കൊച്ചു മാത്രമേ ഉള്ളൂ. അവന് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പിന്നെ എൻ്റെ മദറുണ്ട് ഇവിടെ. അവർക്ക് ഇപ്പോൾ ഇച്ചിരി ഏജ്ഡ് ആണ്. അത് കാരണം അവരുടേതായ ഏജ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ഞാനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളിങ്ങനെ വന്ന് എന്നെ ചൊറിയരുത്. നിങ്ങൾക്ക് ജെനുവിനായിട്ട് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. ഇല്ലെങ്കിൽ എന്തിനാണ് എല്ലായിടത്തും പോയി ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ പറയുന്നത്? അതിൻ്റെ ബേസിലാണ് ഞാൻ അന്ന് CMP ഫയൽ ചെയ്യുമെന്നും പറഞ്ഞൊരു കമൻറ്റ് ഇട്ടത്. ആ കമൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പുതിയ സ്കൂളിലാക്കുവാണ്, അതാണ് ഇങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് കാര്യം മനസ്സിലായത്. ഇതാണ് പ്രോബ്ലം. മനസ്സിലായില്ലേ? അങ്ങ് നമ്മൾ പറയണ എന്തോ പുള്ളിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ച് മാറ്റാൻ വേണ്ടി പറയുന്നു. ഒരു കാര്യം നിങ്ങളൊക്കെ ആലോചിക്കണം. കാശ് അടിച്ച് മാറ്റാൻ എന്നുള്ള രീതിക്കായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പുള്ളി ഒന്നും ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ അഫെയറിലാവുന്നത്. ആ സമയത്ത് എനിക്ക് വേറെ എത്രയോ റിലേഷൻ കിട്ടുമായിരുന്നു. വൈ ഡിഡ്ന്റ് ഐ ഡു ദാറ്റ്? കാരണം എനിക്ക് പുള്ളീനെ ഇഷ്ടമായിരുന്നു. ഇറ്റ് വാസ് എ ലവ് കം അറേഞ്ച്ഡ് മാരേജ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് എഗെയിൻസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടും ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പം ഈ കമ്പനിയുടെ മാസം ഞാൻ കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട്. അത് കോടതി പറഞ്ഞ എമൗണ്ട് ഒന്നുമല്ല, ഞാനായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ഡിവോഴ്സ് സെറ്റിൽമെൻറ്റിൽ ഞാൻ എഴുതിയതാണ്. ഇപ്പോൾ ഈ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ചെറിയൊരു തിരുത്തുണ്ട് അതിൽ. ഈ പറയുന്ന പോലെ പുള്ളി പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ക്ലോസ് അതിൽ വെച്ചതെന്ന് ഒരിക്കലും അല്ല. അതായത് 2021 പുള്ളി ഫേക്ക് അലിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്കൊരു പെറ്റീഷൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 45 പാരഗ്രാഫ് ഉള്ളൊരു പെറ്റീഷനായിരുന്നു അത്. വളരെ ഡീഗ്രേഡിങ് ലെവലിലൊക്കെ അത് വായിച്ചു കഴിഞ്ഞാൽ ഞാനെന്തോ അങ്ങനത്തെ പെണ്ണാണെന്നുള്ള രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, കാരണം അത് ലോയേഴ്സ് പറഞ്ഞു കൊടുക്കുന്നതാണ്. ക്രിമിനൽ ലോയറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഈ മെയിൻ്റനൻസ് തരാതിരിക്കാനും പിന്നെ ഞാൻ മോശക്കാരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിയാവുമല്ലോ. അപ്പം അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ വിഡ്രോ ചെയ്തിട്ട് മ്യൂച്വൽ കൺസെൻറ്റിന് ഇപ്പം ഞാൻ അന്ന് കുറേ വീഡിയോസും ഇൻ്റർവ്യൂസിലൊക്കെ പോയി പറയുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഷഫീന ചേച്ചിയുടെ ലൈവിൽ കൂടെയാണ് ഇത് ഞങ്ങൾക്കൊരു കോംപ്രമൈസ് ടോക്ക് വന്നത്. അത് ഐ എം റെസ്പെക്റ്റിംഗ് ദറ്റ് ലേഡി. ചേച്ചിക്ക് ഇപ്പോഴും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് ഇറങ്ങുമ്പോഴെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കും. ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു വിഷമവും ദേഷ്യമൊന്നുമില്ല. പക്ഷേ ചേച്ചി പ്രസൻറ്റ് ചെയ്ത് അത് ഭയങ്കര ഒരു ഫോൾസ് ഇൻഫർമേഷൻസ് ഇപ്പം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ ഇറങ്ങിയതിന് ശേഷം ചേച്ചി എന്തിനാണ് ചെയ്തതും എനിക്കറിയാം. ഇപ്പോൾ ഓൺലൈനിൽ വന്ന് ഞാനൊന്നും പറയണില്ല, എൻ്റെ കയ്യിൽ പ്രൂഫ്സ് ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പം ഇതിൽ എൻ്റെ വക്കീലാണ് ഷൈനി മാഡം. ഇപ്പം ഷൈനി മാഡമാണ് ഞങ്ങളെ പിന്നെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി. അതിൽ മാഡം എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് വെക്കേണ്ടത്, ചിജുവിൻ്റെ ക്ലോസ് എന്താണ്. ഇപ്പോൾ പുള്ളി പറഞ്ഞ കേട്ടതൊന്നും പുള്ളിയാണ് ഡ്രാഫ്റ്റൊക്കെ ചെയ്തത്, പുള്ളി പറഞ്ഞതിൻ്റെ ബേസിലാണ് മ്യൂച്വൽ കൺസെൻറ്റ് പോയെന്നൊന്നും അങ്ങനെയൊന്നും അല്ല. 2 പേർക്കും കൂടെ ഉള്ള ക്ലോസ് അതിൽ വെക്കുകയായിരുന്നു. അത് പുള്ളിയുടെ ഡിമാൻഡ് ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു എന്ന്. അത് ആ ഷഫീന ചേച്ചിയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. ഷഫീന ചേച്ചിക്ക് സിബിൻ അയച്ചു കൊടുത്ത ഓഡിയോയും ആ ചേച്ചി എനിക്ക് അതുപോലെ ഫോർവേഡ് ചെയ്ത് തന്നൊരു സാധനം കിടപ്പുണ്ട്. അതായത് പുള്ളി പറയുന്നുണ്ട് എൻ്റെ ഇതിൽ നിന്ന് ഞാൻ ചെയ്ത വീഡിയോസും ഞാൻ മഴവിൽ കേരളത്തിൽ പോയി ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ വീഡിയോസും ഒക്കെ ഡിലീറ്റ് ആക്കാൻ. ഓക്കെ, അതുപോലെ ഖൈസ് അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഖൈസിനെ അറിയില്ല. അപ്പം ചേച്ചി പറഞ്ഞു ഖൈസിനോട് സംസാരിച്ചിട്ട് നീ അതൊന്ന് റിമൂവ് ആക്കണം, അതും കൂടെ അവൻ പറയുന്നുണ്ട്. ഞാൻ ഇത് രണ്ടും ഈ പുള്ളി പറഞ്ഞ സകല സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആകെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത വീഡിയോസ് നിങ്ങൾക്കിപ്പോൾ കാണാം. അത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ റീസെൻ്റായിട്ട് ആ ഇഷ്യൂ ഉണ്ടായതിന് ശേഷം ഞാനത് അൺഹൈഡ് ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായി എനിക്ക്. കാരണം ദിസ് ഈസ് ഓൾ പാർട്ട് ഓഫ് എ ഗെയിം. അതായത് ഞാൻ ചെയ്തതും ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറയുന്ന എല്ലാ വീഡിയോസും ഇപ്പം റിമൂവ് ആക്കിയിട്ട് പുള്ളി ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും വന്നിങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇത്ര എമൗണ്ട് ഓർ റയാൻ്റെ മെഡിക്കൽ ആൻഡ് സ്കൂൾ എഡ്യൂക്കേഷണൽ എക്സ്പെൻസസ് ഇത് കംപ്ലീറ്റ്ലി ഞാൻ ബെയർ പറഞ്ഞത്. കംപ്ലീറ്റ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ എന്നുള്ള ആ ഒരു ഭാവം മാറ്റി വെച്ചിട്ട് കുറച്ച് സാധാരണ ആൾക്കാരെ പോലെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എനിക്ക് നല്ല ഓർമ്മയുണ്ട് പണ്ട് സിബിൻ എങ്ങനെയായിരുന്നു എന്നുള്ളതും ആ സമയത്താണ് ഞാൻ ആ ഒരു അഫെയറിൽ പോയതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇല്ലാതിരുന്ന സമയം തൊട്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്നൊന്ന്
കരിയർ ഫ്ലറിഷ് ചെയ്ത സമയം വരെ ഞാൻ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടിക്കൊക്കെ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, കുട്ടിക്ക് മാത്രമല്ല ഭാര്യയ്ക്കായാലും സ്വന്തം അമ്മയ്ക്കായാലും അച്ഛനായാലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ഒരു ഔദാര്യം കൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് മാറ്റിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അത് പോകെ അത് നിങ്ങൾക്ക് തന്നെ അതൊരു ഇതായിട്ട് മാറും. ഞാൻ സിബിൻ്റെ മമ്മിയോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇവിടെ ബാംഗ്ലൂർ വന്നതിന് ശേഷം. അതുപോലെ ഒരു സെക്കൻഡ് ടൈം കൺസീവ് ആയ ടൈമിലും മമ്മീനെ വിളിച്ചിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നും പിന്നെ ഇവിടെ ഞങ്ങളെ മാർച്ചിൽ കൊണ്ടുപോയി വിട്ടിട്ട് പിന്നെ വരാണ്ടിരുന്ന സമയത്തും ഒക്കെ മമ്മിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെയും റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ മാത്രം അത് കേട്ടാൽ മതി. കാരണം ഞാൻ ഇപ്പോഴും ഈ വീഡിയോയിൽ ഞാനത് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ദ കോൺസിക്വൻസസ്. കാരണം ഇങ്ങനെ ഒരാളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിയാലിറ്റി എന്താണെന്നുള്ളത് കൊണ്ടുവരണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ലാസ്റ്റ് ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള എല്ലാം ഡിസ്പ്ലേ ചെയ്യുമ്പോഴേ കാര്യമുള്ളൂ. കാരണം അല്ലാതെ നേരത്തെ ഇപ്പം ഞാൻ കഴിഞ്ഞ മാസവും എൻ്റെ കയ്യിലുള്ള കുറച്ച് എവിഡൻസ് അവർ ആ കോൺഫറൻസിൽ സംസാരിക്കുന്നതിൻ്റെ മാത്രം ഡിപ്പെൻഡിങ് ആയിട്ടുള്ള എവിഡൻസ് കൊടുത്തപ്പോഴും അപ്പം മനസ്സിലായി എൻ്റെ കയ്യിൽ ഇന്ന എവിഡൻസ് ആണ്. അതാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂ ഇട്ടതിൻ്റെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വീഡിയോസിൻ്റെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തതാണെന്ന്. അങ്ങനെ പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കുന്ന വേറൊരാളുടെ ലൈഫ് വെച്ചിട്ടാണോ? അപ്പോൾ വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് മോൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര കൊടുക്കണം, ഞാനാണ് ഇത്രയും പറഞ്ഞത്, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസസ് ഇത്രയാണ്. എന്തിനാണ് ഈ കണക്ക് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊക്കെ തരാൻ താല്പര്യം ഇല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് യു ക്യാൻ വാക്ക് ഔട്ട് ഫ്രം ദിസ്. നിങ്ങളാണ് പറഞ്ഞത് ഒറ്റയ്ക്ക് ചെയ്യണ്ട, സപ്പോർട്ട് ചെയ്തോളാം എന്ന് നിങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഓരോന്നും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ യു ക്യാൻ വാക്ക് ഔട്ട്. പക്ഷേ വേറെ എവിടെയും പോയിരുന്നു എൻ്റെ മകനാണ് പ്രയോറിറ്റി, എൻ്റെ മകന് വേണ്ടി എന്തും ചെയ്യും എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ക്ലോസ് അതിപ്പം അപ്പോൾ ശരിയല്ല. സോ അപ്പം മൈൻഡ് സെറ്റ് നിങ്ങളുടെ അതല്ല. അപ്പം നിങ്ങളുടെ മൈൻഡിൽ വേറെ എന്തോ ആണ്. അപ്പം ഞാൻ എന്തോ എൻ്റെ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നത് എന്തോ ഔദാര്യം പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതൊരു എൻ്റെ കാര്യത്തിൽ നോക്കുകയാണ് അതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പം ഞാനത് എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി അതുകൊണ്ട് ഭർത്താവിൽ നിന്ന് വന്ന കുട്ടീനെ ഞാൻ നോക്കില്ല എന്ന് പറയാൻ പറ്റുമോ? എനിക്കൊരിക്കലും ഇല്ല. അത് ഞാൻ പറയത്തുമില്ല. അങ്ങനെയല്ല എൻ്റെ വീട്ടുകാരെന്നെ വളർത്തിയേക്കുന്നത്. എൻ്റെ കുട്ടിയാണ്, ഞാൻ ചെയ്യാനുള്ളത് എൻ്റെ കടമയാണെന്ന് കരുതി തന്നെയാണ് ഇയാൾ പലപ്പോഴും എന്നല്ല കുറേ വർഷങ്ങളായിട്ട് ഈ എക്സിൻ്റെ വൈൻ്റെയൊക്കെ പുറകെ നടക്കുന്ന സമയത്ത് പോലും ഞാൻ തന്നെയാണ് മോൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. ഇത് കംപ്ലീറ്റ്ലി പുള്ളിക്കാരത്തിന്റെ അക്കൗണ്ടിൽ കൊടുക്കേണ്ട കാര്യമില്ല, സ്കൂൾ അക്കൗണ്ടിലല്ലേ കൊടുക്കേണ്ടത്. ഞാൻ പിന്നെ ആ എഗ്രിമെൻറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുകയാണ്. സ്കൂൾ അക്കൗണ്ടിൽ കൊടുക്കണമെന്നല്ല എഗ്രിമെൻറ്റിൽ പറഞ്ഞേക്കുന്നത്, ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടും അല്ല, അതായത് എൻ്റെ സാലറി അക്കൗണ്ടോ അല്ല, എൻ്റെ സേവിങ്സ് അക്കൗണ്ടിലേക്കോ അല്ല പോകുന്നത്. അത് ഇതിനു വേണ്ടി മാത്രം വേറൊരു അക്കൗണ്ട്, പിന്നെ 3 മൈനർ ആയതുകൊണ്ട് എൻ്റെ പേരിലാണ് അത് എടുത്തേക്കുന്നതേ ഉള്ളൂ. ആൾക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ് വേറൊരു അക്കൗണ്ടിലേക്ക്. കാരണം നാളെ ഞാൻ പറയരുത് എനിക്ക് കിട്ടിയില്ല എന്നും പുള്ളി പറയരുത് ഞാൻ തന്നിട്ട് അവൾ കാണിച്ചില്ല എന്ന്. സോ അതുകൊണ്ടാണ് വേറൊരു അക്കൗണ്ടാണത്. അത് ആക്ച്വലി വേറൊരു ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അതിലേക്കാണ് ആ ഒരു അക്കൗണ്ടിലേക്കാണ് ഇടാൻ പറഞ്ഞേക്കുന്നത്. അത് എനിക്കറിയാം, നാളെ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു സെക്കൻഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പം അതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലായി, ഡെസിഗ്നേറ്റഡ് അക്കൗണ്ട് എന്നാണ് കാണിച്ചേക്കുന്നത്. അല്ലാതെ സ്കൂൾ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്കോ ഇടാനല്ല പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഞാനതിൽ നിന്ന് 25 ആണ് മോൻ്റെ ഫീസ്. ഇത് ഫീസ് മാത്രം, മെഡിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു എമൗണ്ട് മന്ത്ലി പറയുന്നത് തന്നെ അയാൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോട്ടെ എന്നുള്ളൊരു ഇതിലാണ് വെച്ചേക്കുന്നത് ആ ക്ലോസ്. അല്ലാതെ ആ കാശ് കിട്ടി ഞാൻ പുട്ടടിക്കുമല്ല. എനിക്കത് പുട്ടടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മര്യാദയ്ക്ക് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എനിക്കുള്ളൂ. പിന്നെ ഇയാളുടെ കാശിൻ്റെ ആവശ്യം എനിക്കില്ല, കുറേ കാലമായിട്ടതില്ല. ഇനി അങ്ങോട്ടും എനിക്ക് ആ കാശെടുത്ത് എൻ്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ഗതികേട് വരത്തില്ല. റയൻ്റെ പേരിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കും റയനുമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഇത് രണ്ടും ഞാൻ ചെയ്ത് കഴിഞ്ഞു. മറ്റേത് സ്കൂളിലെ എമൗണ്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ പുള്ളിക്കാരത്ത് ഞാൻ നേരിട്ട് കണ്ട സമയത്ത് ഞാൻ സ്കൂൾ തുറക്കാൻ സമയമായി, അവനെന്തെങ്കിലും മേടിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കാശ് എല്ലാം അക്കൗണ്ട് തുറക്കണം കേട്ടോ, അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിരിയാണ്. ഇനി മകൻ്റെ ഫ്യൂച്ചർ ഞാനും പുള്ളിക്കാരിയും ആയിരിക്കും, ഒരുമിച്ചൊരു കോ പാരൻറ്റിങ് സെറ്റപ്പ് ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ അവിടെ തിരിച്ചു വരുന്നു. ഇപ്പം കോ പാരൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ കോ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി സംസാരിച്ചിട്ടില്ല.
ഇവിടെ നിന്ന് മോനെ കണ്ടിട്ട് പോയിട്ട് തിരിച്ച് അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2 days ഒക്കെ കഴിഞ്ഞോ, 2 days ആണോ അതോ സെയിം ഡേ ആണെന്നറിയില്ല. എന്തായാലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു ടാഗ് വന്നു. ഇത് പുള്ളിക്കാരുടെ ഇപ്പം ദ ന്യൂ വൈഫ് ടാഗ് മീ ഒരു പോസ്റ്റിൽ. അതുപോലെ ഈ മോൻ്റെ ഫോട്ടോ ഈ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ടാഗ് ചെയ്തിട്ട്, അതായത് എൻ്റെ ഹാപ്പി ഫോർ യു കോ പാരൻറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട് അതിൽ. എന്നിട്ട് എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട് അതിൽ. ഒരു കാര്യം, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കോ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡീലിലേക്ക് പോയിട്ടില്ല. കോ പാരൻറ്റിംഗ് എന്നുള്ള രീതിയിൽ വളരെ പേഷ്യൻറ്റോടെ നിൽക്കുന്നവർക്ക് മാത്രമേ കോ പാരൻറ്റിംഗ് പറ്റുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞ് മറ്റേന് ഫൈറ്റ് ആവുന്ന ഒരു അവസ്ഥയാണത്. അപ്പം അതിലേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ കോ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞ ആൾക്ക് ഇത് പറ്റും, കാരണം അവർ കോ പാരൻറ്റിംഗ് ആണ് ചെയ്യുന്നത്, അവർക്ക് പറ്റും. പിന്നെ പുള്ളിക്കാരത്തിനെ പറ്റി എവിടെയും പോയി മോശമായിട്ട് എക്സ് ഹസ്ബൻഡ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ അങ്ങനെ ഒരു ഡീലുണ്ടെങ്കിൽ അത് അവർക്ക് നടക്കും. ഞങ്ങളുടെ കാര്യത്തിൽ ചെയ്യുന്നത് സപ്പോർട്ടാണ്, ഇത് ചൈൽഡ് സപ്പോർട്ടാണ് ചെയ്യുന്നത്. കോ പാരൻറ്റിങ്ങിന് ഞാൻ റെഡിയല്ല, അത് ഞാനിപ്പോഴും പറയുകയാണ്. കാരണം ഞാനിങ്ങനെ പുള്ളി ഡൈവോഴ്സ് ചെയ്തു, പിന്നെ നമുക്ക് അടിച്ച് പൊളിച്ച് പാർട്ടി ചെയ്ത് ജീവിക്കാം, വി വിൽ ഗോ ഫോർ കോ പാരൻറ്റിങ് എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്ന വേ ഓഫ് ടോക്കിംഗ്, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഒരു കാര്യം കുട്ടിയുടെ കാര്യം പറഞ്ഞാലും അതിനൊരു എഗെയിൻസ്റ്റ് കാര്യം പറഞ്ഞിട്ട് പിന്നെ അടിയാവാനേ ചാൻസ് ഉള്ളൂ. സോ ദാറ്റ് വിൽ നോട്ട് വർക്ക് ഫോർ എസ് കോ പാരൻറ്റിങ്. അതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നു, ഞങ്ങൾ കോ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും എഗ്രി ചെയ്തിട്ടില്ല. അന്ന് അങ്ങനെ ഒരു ടാഗ് ഇട്ടിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പോസ്റ്റ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെ ടാഗ് ചെയ്ത് ഒരാളെ നമ്മൾ ടാഗ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അയാളുടെ കൺസെൻറ്റ് ഇല്ലാതെ ടാഗ് ചെയ്യണത് നല്ലതല്ല. സോ ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഡു ഇറ്റ്. ഓക്കെ.